ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 2 പേരുടെ ജീവൻ പൊലിഞ്ഞ സംഭവം ലോക്സഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ജനവാസ മേഖലകളിലും കൃഷി സ്ഥലത്തും വന്യമൃഗ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും അലംഭാവമാണെന്നും വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നും എം പി ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള കൃത്യമായ അലംഭാവം. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ആ പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിട്ടുണ്ട്. അവയെ തുരത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫോറസ്റ്റ് ഓഫീസിൽ പോയിരിക്കുന്ന നാട്ടുകാരെ കുറിച്ച് എനിക്കറിയാം. അവരെന്നോട് പറഞ്ഞത് അവിടെ പെട്രോളില്ല, ഡീസലില്ല എന്ന് പറഞ്ഞിട്ടുള്ള ന്യായവാദങ്ങളാണ് ഉദ്യോഗസ്ഥന്മാർ നിരത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ക്രിമിനൽ നെഗ്ലിജൻസ് ആണ്. ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണം. അതോടൊപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ പ്രാഥമികമായ ബാധ്യതയുള്ള സർക്കാർ അത് ചെയ്യാതെ മാറി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഗവൺമെന്റിന്റെ അനാസ്ഥ മാത്രമാണ് മനുഷ്യജീവനുകൾ പൊലിഞ്ഞു വീഴുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എം പി എന്നുള്ള നിലയിൽ തുടർച്ചയായി ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഇതിനു മുമ്പ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പ്രൈവറ്റ് മെമ്പർ ബില്ല് ഉൾപ്പെടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നും ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അനുമതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും അവധാനതയോടുകൂടിയിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വീഴ്ചയാണ്, അഥവാ ഗവൺമെന്റിന്റെ പാളിച്ചയാണിത്. ഫണ്ടിങ്ങിന്റെ അപര്യാപ്തതയാണ് ഇത് ഇക്കാര്യത്തിലുള്ളത് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ആവശ്യത്തിന് ഫണ്ട് കേന്ദ്രവിഹിതമൊക്കെ കിട്ടുന്നുണ്ട്. നബാർഡിന്റെ ഫണ്ട് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി RKVYയുടെ പദ്ധതി അവിടെയുണ്ട്. പദ്ധതികളുടെ അഭാവമല്ല, പക്ഷെ അത് നടപ്പിലാക്കാത്തതാണ് പ്രശ്നം. അപ്പോൾ അത് നടപ്പിലാക്കാത്ത ആളുകൾക്കെതിരെ, സമയബന്ധിതമായി ഇടപെടാത്ത ആളുകൾക്കെതിരെ ഈ ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുന്ന മന്ത്രിയും ഗവൺമെന്റും നടപടി സ്വീകരിക്കട്ടെ. അങ്ങനെ മാതൃകാപരമായി 1-2 നടപടി സ്വീകരിക്കുമ്പോൾ ഈ പ്രശ്നത്തിന്റെ പകുതി അവിടെ കഴിഞ്ഞു.